കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. അത്ഭുതകരമായ ഒരധ്യായം, ഒരാത്മീയൻ്റെ അടിസ്ഥാനം. ദൈവസഭയെക്കുറിച്ച് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ലോകം കാണാത്തൊരു ഭാഗം ദൈവസഭയ്ക്കുണ്ട്. ലോകം കാണാത്തൊരു സത്യം നമ്മുടെ അകത്തുണ്ട്. ലോകത്തെ കാണിക്കുന്നൊരു സത്യം നമുക്കുണ്ട്. അത് ഇതിലാണ്: ആത്മാവിൽ ദാരിദ്ര്യം, ദുഃഖം, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, ഹൃദയശുദ്ധി. ഇതൊന്നും ആരും കാണുന്നില്ല. സൗമ്യത മറ്റുള്ളവരറിയും. പുറത്ത് കാണുന്ന ദുഃഖമുണ്ട്, പുറത്ത് കാണാത്ത ദുഃഖമുണ്ട്. സമാധാനം ഉണ്ടാക്കുക, നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുക, ഇതൊക്കെ പുറത്ത് കാണാം. ഈ ഭാഗ്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ആരാ പറയും? നമ്മുടെ ഗുരുനാഥനായ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, മലയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് പറയുന്നു. കാരണം അതൊക്കെ ഒരു സിംബോളിക്കായിട്ട് കാണിച്ചു തരികയാണ്. ഞാനിതാ മലയിൽ കയറുന്നു, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റുകയില്ല. അപ്പോൾ ഞാനിതാ കയറി, ശിഷ്യന്മാരും കയറി ഇരുന്നു, മലയുടെ മുകളിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ അത്ര പ്രധാനപ്പെട്ടതാണ്, നിസ്സാര കാര്യമല്ല. പിന്നെ പറയുന്നത് 10-ാം വാക്യം തൊട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരെ പറയുന്നത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആകുന്നത് അനുദിന ജീവിതത്തിൽ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും നമ്മളവരെ സ്നേഹിക്കുകയാണ്, നമ്മൾ അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നമ്മളെക്കുറിച്ച് അവരിലൂടെ പിശാച് കള്ളം പറഞ്ഞു കൊടുക്കും, നമ്മളെ ചീത്തയാക്കാൻ നോക്കും, അപമാനിക്കാൻ നോക്കും. നമുക്ക് കഴിവുണ്ട്, പക്ഷെ നമ്മുടെ കഴിവൊന്നും പുറത്തെടുക്കാൻ പോലും പറ്റാതെ വണ്ണം പൂട്ടിക്കളയും. പൂട്ടിയെ തുറക്കാൻ പറ്റുന്നവൻ കൂടെ ഉണ്ട്, ദുർഗന്ധത്തെ സുഗന്ധമാക്കാൻ കഴിയുന്ന നാമം കൂടെയുണ്ട്. പക്ഷേ ദൈവം അങ്ങ് അനുവദിക്കും. കുറേ ആൾക്കാരൊക്കെ ഇതിന് വെച്ചിരിക്കുകയാണ്. പക്ഷെ ലാസ്റ്റാണ് സംഭവം ഓപ്പൺ ആകുന്നത്. ഈ വഴികൾ ഒരു പ്രവാചകനിലേക്കുള്ള വഴിയാണ്. ദൈവത്തിൽ നിന്ന് ദൂത് പ്രാപിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകളായിരുന്നു, അല്ലെങ്കിൽ ആ നിലവാരത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ, മൈൻഡ് സെറ്റിനെ മാറ്റാനുള്ള കാര്യങ്ങളാണെന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, സാറയെ അബീമേലെക്ക് പിടിച്ചുകൊണ്ട് പോയി. അതുവരെ ഇല്ലാത്തൊരു പദവിയാണ് ആ ഭാഗത്ത് അബ്രഹാമിന് കിട്ടുന്നത്. ദൈവം അബീമേലെക്കിനോട് പറയുകയാണ്, അവനൊരു പ്രവാചകനാണ്, വിട്ടുകളഞ്ഞേരെ, അല്ലെങ്കിൽ നിനക്ക് ദോഷമാണ്. വിട്ടുകളഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ നല്ല പ്രാർത്ഥനക്കാരനാണ്, അല്ലെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ വേറെ ആളെ കിട്ടും. പക്ഷേ ഇവൻ പ്രാർത്ഥിച്ചാൽ മാത്രം നടക്കുന്ന കാര്യങ്ങളുണ്ട്. പ്രിവിലേജ് ഓഫ് എ പ്രോഫറ്റ്, അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. 13 തൊട്ട് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിന് വെളിച്ചമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ പാടില്ലാത്തൊരു ഭാഗം, കാണുന്നൊരു ഭാഗം. കറി നല്ല സൂപ്പർ, ഫുഡ് നല്ല രുചി, അതാണ് നിങ്ങൾ. കുടുംബങ്ങളെല്ലാം സമാധാനത്തിൽ പോകുന്നു. സംസ്ഥാനത്തിലും അല്ലെങ്കിൽ കേന്ദ്രഭരണത്തിലും പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കുന്നു, രാജ്യങ്ങളുടെ യുദ്ധങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. പലതിലും ദൈവം നിങ്ങളോട് ഇടപെടാൻ പറയുന്നു, നിങ്ങളത് ഇടപെടുന്നു, കാര്യങ്ങൾ ശാന്തമാകുന്നു. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് ദൈവം നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, പക്ഷെ ആരും അറിയുന്നില്ല. നിങ്ങൾ ഉപ്പാണ്. അതിൻ്റെ കാരമില്ലാതെ പോയാൽ എന്ന് പറഞ്ഞാൽ സഭ ചെയ്യുന്നതിനേക്കാൾ അധികം സൽപ്രവൃത്തികൾ ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട്. പക്ഷേ അവരുടെ വാ തുറന്നാൽ പോയി അവരുടെ തനി സ്വഭാവം വെളിപ്പെട്ട് വരും. നിങ്ങൾ അവരോട് സ്നേഹം കാണിച്ചു നോക്ക്, അധികം റെസ്പെക്റ്റ് കൊടുത്തു നോക്ക്, ബഹുമാനം കൊടുത്തു നോക്ക്. അവർ പോയി അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവരുടെ സ്വത്വം വെളിപ്പെടുത്തും. കാരണം സൗമ്യത ദൈവികദാനമാണ്, എല്ലാവർക്കും ഒന്നും കിട്ടുകയില്ല. ഹൃദയശുദ്ധി ദൈവികദാനമാണ്. നിങ്ങളങ്ങനെയല്ല, നിങ്ങൾ സഭ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നു, അപ്പോൾ തന്നെ മഹത്വം കർത്താവിന് കൊടുക്കുന്നു. സ്വന്തം മഹത്വം എടുക്കുന്നില്ല. സൽപ്രവൃത്തികളുടെ വിഷയത്തിൽ ഇത് തന്നെ. നിങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല. കാരണം ഇരുട്ടിൽ വിളക്ക് കൊളുത്തി കട്ടിലിൻ്റെ കീഴെ വെക്കുകയില്ല, പറയിൽ വെക്കുകയില്ല, അത് വിളക്ക് തണ്ടിന്മേൽ വയ്ക്കും. തലമേലിരിക്കുന്ന പട്ടണം അതിനെങ്ങനെ മറയാൻ പറ്റും? മറയാൻ പറ്റുകയില്ല. അത് വേണ്ടെന്ന് പറഞ്ഞാലും അറിയും. എങ്ങനെ അറിയും? ദൈവം നിങ്ങളിലൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളെ വെളിപ്പെടുത്തും. എന്നിട്ട് നിങ്ങളല്ല പിതാവിനെ മഹത്വപ്പെടുത്തും. കണ്ടോ? കാരണം നിങ്ങൾക്കൊരടിസ്ഥാനമുണ്ട്. 17 മുതൽ 20 വരെ പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം. ഉപവാസം, പ്രാർത്ഥന, ഓഫറിങ്, ഈ വിഷയത്തിൽ റിലീജിയസ് പീപ്പിളെക്കാളും നിങ്ങൾ മുമ്പന്മാരായിരിക്കണം. അയ്യോ ഞങ്ങൾക്ക് കൃപയെല്ലാം കിട്ടി, ഇതൊന്നുമില്ലേലും അപ്പൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. ശരിയാണ്, പക്ഷേ
അവരെ കവിയുന്ന കണക്കായിരിക്കണം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഓഫറിങ്ങിലും. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസാകുകയോ അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്താൽ സ്വർഗരാജ്യത്തിൽ ചെറിയവനായി കണക്കാക്കപ്പെടും. പിന്നീട് 21 തൊട്ട് അവസാനം വരെ ഓരോ ക്വാളിറ്റികൾ മുമ്പ് ദൈവം എന്ത് അടിസ്ഥാനമിട്ടോ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലൂടെ വെളിപ്പെടുന്നതാണ്. മുഴുവൻ കാര്യങ്ങളും മറ്റ് മനുഷ്യരുമായിട്ട് ബന്ധിക്കപ്പെട്ടതാണ്. ആത്മീയ ജീവിതം ഞാനും ദൈവവുമായിട്ട് മാത്രമുള്ളതല്ല ആണ്. രഹസ്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറഞ്ഞിരിക്കുന്നു. പുറത്ത് കാണുന്ന ഭാഗം എന്താണ്? അത് സഹോദരങ്ങളുമായിട്ടും അയൽക്കാരനുമായിട്ടുള്ള ഇടപെടലിൽ വരുന്നതാണ്. കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. അത് കൊലപാതകത്തെക്കാൾ വലുതായിട്ടെണ്ണപ്പെടും. സഹോദരനുമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിരന്നുകൊള്ളുക. പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. ആരാണ് പ്രതിയോഗി? എതിരെ കേസ് കൊടുക്കുന്നവരോ നമുക്കാരോടെങ്കിലും വൈരാഗ്യമുള്ളവനോ അല്ല. നിങ്ങളുടെ അകത്ത് നിങ്ങൾക്കൊരു പ്രതിയോഗിയാണ്. നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നൊരുത്തൻ, നിങ്ങൾ ഡെസ്പാക്കാൻ നോക്കുന്നൊരുത്തൻ. അവനെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ നിങ്ങളെ തന്നെ അനുവദിക്കരുത്. ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? നാട്ടുകാരും കുറ്റം വിധിക്കില്ല, നിങ്ങളും കുറ്റം വിധിക്കില്ല. അങ്ങനെ ഒരുത്തൻ അവനെ തന്നെ നെഗറ്റീവായിട്ട് ഡൗൺ ചെയ്ത് കൊണ്ടിരുന്നാൽ, ദൈവഹിതമല്ലാത്ത ഒരു താഴ്മയിലേക്ക് ഒരുത്തൻ വന്നാൽ, പ്രതിയോഗി നിന്നെ ന്യായാധിപനെ ഏൽപ്പിച്ചു കൊടുക്കും. കണ്ടോ? നീ നിന്നെ വിധിച്ചു, മറ്റുള്ളവർ നിന്നെ വിധിക്കാനിടയാകും. ന്യായാധിപൻ നിന്നെ ചേവകനേൽപ്പിക്കും. അവൻ നിന്നെ അടിക്കും, നീ തടവിലായി പോകും. കണ്ടോ? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അതാണ്. നീ നിന്നെ ഒന്ന് സ്നേഹിക്കണം, നിന്നെ നീ ബഹുമാനിക്കണം, നിന്നെ നീ ബ്ലെയിം ചെയ്യുന്ന ലെവലിൽ ഏകം കർത്താവിനോട് നിരന്നുകൊള്ളുക. കർത്താവായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. പാപിയായിരുന്നപ്പോൾ അവൻ്റെ രക്തം നീതീകരിച്ചെങ്കിൽ നിരന്ന ശേഷം എത്രയധികമായി നിനക്ക് കൃപ കിട്ടും. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നീ. ആരും തൻ്റെ ശരീരത്തെ ഒരു നാളും വെറുത്തിട്ടില്ലല്ലോ. ദൈവത്തിന് നിന്നെ വെറുക്കാൻ കഴിയുകയില്ല. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതില്ല. വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുക എത്ര ചെയ്തത്? വിളിച്ചപേക്ഷിച്ച് നിരന്നുകൊള്ളണം. പിന്നീട് പറയുന്ന വ്യഭിചാരത്തിൻ്റെ വിഷയം, കള്ളസത്യം ചെയ്യരുത് എന്നുള്ള വിഷയം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന വിഷയം. ഇതെല്ലാം സഹോദരങ്ങളുമായിട്ടുള്ള ഡീലിങ്സിൽ നിനക്ക് തന്ന കൃപ ഉപയോഗിക്കേണ്ടതാണ്. കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക എന്ന് പറയുന്ന കൽപ്പന. യേശു പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തിനാണ്? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. അപ്പോൾ ആദ്യം നമ്മൾ വായിച്ച കാര്യങ്ങൾ, ദൈവം ഇട്ട അടിസ്ഥാനം, ആത്മാവിൽ ദരിദ്രരായവർ തുടങ്ങി നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ വരെയുള്ള കാര്യങ്ങൾ നമ്മളിലൂടെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ വെളിപ്പെടുമ്പോഴാണ് പിതാവിൻ്റെ, സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്ന പോലെ നമ്മൾ സൽഗുണപൂർണരാകുന്നത്. ഇപ്പോൾ പാവികളെ മുമ്പ് കണ്ട പോലെ അല്ല ഇപ്പോൾ കാണുന്നത്. ശത്രുവിന് സങ്കടം വരുമ്പോൾ, അവനൊരു ക്ലേശം വരുമ്പോൾ മുമ്പ് കണ്ട മനോഭാവമല്ല ഇപ്പം. വിശന്നിരിക്കുന്നവനെയും യുദ്ധം നടക്കുന്ന ദേശങ്ങളെയും കുറിച്ചുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി, നിങ്ങളുടെ കൺസേൺസ് മാറി. കാരണം ദൈവപിതാവിൻ്റെ ക്വാളിറ്റീസ് നിങ്ങളിൽ വന്ന് നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്യുന്നു. നിങ്ങൾ ഭൂമിക്ക് പ്രയോജനമുള്ളവനായി, ലോകത്തിൻ്റെ ഇരുട്ട് മാറ്റുന്നവനായി. യേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, മാനിക്കട്ടെ, ഹൃദയ സന്തോഷം നൽകി, ജീവിത സൗഭാഗ്യങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.